ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇതേ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ സച്ചി ഫോണിൽ പകർത്തി വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണല്ലേ. അപ്പം ചന്ദ്രയ്ക്ക് സത്യങ്ങളെല്ലാം തന്നെ അറിയാമെന്ന് മനസ്സിലാക്കുമ്പോഴത്തേ രവി ചന്ദ്രയെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രേവതി ശ്രുതിയോടായിട്ട്, ശ്രുതി ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് നീ വിചാരിക്കും ഇവളെന്താ ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ സച്ചിയായിട്ട് കാർ ഡ്രൈവർ ആയിരുന്നു എന്ന് പറഞ്ഞു നീ എത്ര തവണ അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ നിന്റെ ഹസ്ബൻഡ് എന്താ ചെയ്തിരുന്നത്, ഇസ്തിരി ഇട്ടിരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പാർക്കിൽ പോയിരിക്കുന്നു, അതിനൊന്നും നിനക്ക് നാണക്കേടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മാത്രമല്ല സച്ചിയും ഇതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സച്ചി പറയുന്നുണ്ട്, എന്താ നിനക്കും നേരത്തെ ശ്രുതിക്ക് ജോലിയില്ലായിരുന്നു എന്നറിയാമോ, നീയും കള്ളത്തിൽ കൂട്ടി നിൽക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഭയങ്കരമായിട്ട് തന്നെ പൊട്ടിക്കരയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് കുറ്റസമ്മതം നടത്താനായിട്ട് ചെല്ലുകയാണ് ശ്രുതി. എന്നാൽ ശ്രുതിയെ മൈൻഡ് പോലും ചെയ്യാതെ തന്നെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടോ. അതിനുശേഷം രവി ശ്രുതിയോടായിട്ട്, നീ എന്തായാലും ഇങ്ങനെ ചെയ്താൽ മോശമായി പോയി, ഞങ്ങളോട് ചെയ്താൽ പോട്ടെ, ഞങ്ങൾക്ക് പിന്നെ നിന്റെ സ്വഭാവം നേരത്തെ മുതൽ അറിയാമായിരുന്നു, പക്ഷേ നീ കെട്ടിക്കൊണ്ട് വന്നൊരു പെണ്ണുണ്ടല്ലോ, അവൾക്ക് നിന്നെന്ന് വെച്ചാൽ ജീവനായിരുന്നു, നീ ഇങ്ങനെ ചെയ്യുമെന്നും അവൾ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല, ഒരു കാര്യം നീ അവളുടെ അടുത്ത് പോയി ക്ഷമ പറയാൻ പറഞ്ഞിട്ട് ശ്രുതിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ശ്രുതി മുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതി ഭയങ്കരമായിട്ട് തന്നെ സങ്കടക്കാനാവാതെ പൊട്ടി കരയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ശ്രുതി ചെന്ന് ശ്രുതിയോട് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി പറയുകയാണ്, ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഞാൻ എൻ്റെ ജീവനേക്കാൾ അധികം നിന്നെ സ്നേഹിച്ചിരുന്നു, എനിക്ക് എന്നോടെങ്കിലും സത്യങ്ങൾ തുറന്ന് പറയാൻ പാടില്ലായിരുന്ന ശ്രുതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ശ്രുതി നീ എൻ്റെ അവസ്ഥയും കൂടി ചിന്തിക്കണം, ഒരു തവണ ജോലി പോയിട്ട് പറഞ്ഞു, രണ്ടാമത് തവണ ജോലി പോയിട്ടും പറഞ്ഞു, ഇങ്ങനെ പലതവണയായിട്ട് ജോലി പോയത് പറയുമ്പോൾ നിനക്ക് എന്നെപ്പറ്റി എന്ത് തോന്നും, നിനക്ക് വിഷമമായാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഓ ഇപ്പം എനിക്ക് വിഷമമൊന്നും ആയില്ല അല്ലേ ശ്രുതി, നീ എന്നോട് സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും സങ്കടം ഉണ്ടാവില്ല, നീ ജോലിക്ക് പോയില്ല എന്ന് കരുതി എനിക്കൊരു സങ്കടമില്ല, കാരണം നിനക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടുമായിരുന്നു, പക്ഷെ നീ എന്നോട് കള്ളം ചെയ്തു, സച്ചിയുടെ രേവതിയുടെ മുന്നിൽ ഞാൻ നാണം കിട്ടും, എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും, ശ്രുതി നീ അങ്ങനെയൊന്നും പറയില്ലേ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വേഗത്തിന് ശ്രുതി കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ശ്രുതിയുടെ കോളർ കയറി പിടിക്കണം. എന്നിട്ട് പറയുകയാണ്, നീ എന്നെ പറ്റിച്ചു, നീ എന്നെ വഞ്ചിച്ചു, എനിക്ക് നിന്നെ കാണണ്ട, ഐ ഹേറ്റ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തന്നെ ശ്രുതിയോട് ദേഷ്യപ്പെടേണ്ട. ശ്രുതിയാണെങ്കിലോ ഒരുപാട് ക്ഷമകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ട് ശ്രുതി തയ്യാറാവുന്നില്ല. അവിടെ നിന്ന് റൂമിൽ നിന്ന് തന്നെ ശ്രുതിനെ ഇറക്കി വിടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രുതി നേരെ ചെല്ലുന്നത് മീരയുടെ അടുത്തേക്കാണ്. മീരയുടെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും ശ്രുതി തുറന്ന് പറയുന്ന സമയത്ത് മീര പറയുന്നത്, നേരത്തെ നമ്മൾ പാർക്കിൽ വെച്ച് ശ്രുതിയെ കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ശ്രുതി നിൻ്റെ അമിതമായ വിശ്വാസം അത് തന്നെയാണ് എല്ലാത്തിനും പ്രശ്നമായത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മീര, അവന് ജോലിയില്ലാത്തതിന് പിന്നെ എനിക്കൊരു സങ്കടവും ഇല്ല, പക്ഷേ എന്നോട് കള്ളം പറഞ്ഞു, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, എല്ലാവരെ പോലെ തന്നെ എന്നെ കണ്ടു എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും മീര പറയുന്നുണ്ട്, ശ്രുതി വേറൊരു കാര്യം ഓർത്തോ, ഈ ഒരു ചെറിയ കള്ളത്തിൻ്റെ പേരിൽ നിനക്ക് ഇത്രയും വിഷമമായെങ്കിൽ നീ മറച്ചു വെച്ചിരിക്കുന്ന ആ വലിയ കള്ളത്തരം, ആ ഒരു കള്ളത്തിൻ്റെ ശ്രുതി അറിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഒരു ഞെട്ടലോടുകൂടി തന്നെ പറയുന്നുണ്ട്, അതെല്ലാം എനിക്കറിയാം മീര, ആ ഒരു പേടി എനിക്കുണ്ട്, അതെല്ലാം മറച്ചു വെച്ച് ഞാൻ ശ്രുതിയെ സ്വന്തമാക്കിയത് എനിക്ക് അവൻ അത്രയേറെ ജീവനായതുകൊണ്ട് അവൻ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പിന്നെയും കരയാണ് കേട്ടോ മീരയുടെ മുന്നിൽ വെച്ച്. അവസാനം മീര സമാധാനിപ്പിച്ചൊക്കെ നിർത്തിയതിന് ശേഷം, സാരമില്ല പോട്ടെ, നീ മറച്ചു വെച്ചിരിക്കുന്ന തെറ്റുകളുടെ അത്രയും വലിയ തെറ്റൊന്നും ശ്രുതി ചെയ്തിട്ടില്ല, എന്തായാലും നീ ഇവിടെ ഇരിക്കും, ഞാൻ നിനക്ക് ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മീര ചായ എടുക്കാൻ പോവുകയാണ് കേട്ടോ. മീര ചായയും എടുത്തുകൊണ്ട് തിരികെ വരുന്ന സമയത്ത് ശ്രുതി അവിടെ ഉണ്ടാവില്ല കേട്ടോ. ഹാളിലും മുറിയിലും എല്ലായിടത്തും ശ്രുതിനെ അന്വേഷിക്കുന്നുണ്ട്. അവസാനം മീര ശ്രുതിയെ വിളിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതി ആകെ ടെൻഷനിലാണ്. തന്നോട് ഐ ഹേറ്റ് യു എന്നൊക്കെ ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ആകെ നീറിപ്പുകഞ്ഞ അവസ്ഥയിൽ നിൽക്കാൻ കേട്ടോ നമ്മുടെ ശ്രുതി. ഈ ഒരു സമയത്താണ് മീരയുടെ കോള് വരുന്നത്. മീര വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ശ്രുതി പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് മീര പറയുന്നുണ്ട്, ശ്രുതി നേരെ വന്നത് ഇങ്ങോട്ടായിരുന്നു, പക്ഷെ ഞാൻ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ചായ എടുത്തിട്ട് തിരികെ വന്നപ്പോൾ ശ്രുതി ഇവിടെ കാണുന്നില്ല, അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ മീര പറയുമ്പോഴത്തേക്കും, ശ്രുതി അവിടെ ഇല്ലായിരുന്നു, അവൾ പിന്നെ എവിടെ പോയി എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കും മീര പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് അവളിപ്പോൾ കാണാതായിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു ചതി അവളോട് ചെയ്യാൻ പാടില്ലായിരുന്നു, അവൾ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞു, നിങ്ങൾ ശരിക്കും അവളെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ മീര പറയുന്നുണ്ട്. കേൾക്കും ശ്രുതി പറയുകയാണ്, മീര ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടി വിളിച്ചാൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിങ്ങളെങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും, നിങ്ങൾ അതേ രീതിക്കല്ലേ ശ്രുതിയോട് പെരുമാറിയത്, നിങ്ങൾ എത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ രീതിക്ക് മീര കുറ്റപ്പെടുത്തിയതിന് സംസാരിച്ചതിന് ശേഷം കോള് കട്ട് ചെയ്യുകയാണ്. വേഗം തന്നെ ആകെ വെപ്രാളത്തിലും പരവേശത്തിലും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് ഓടി വരികയാണ് ശ്രുതി. ശ്രുതിയുടെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് ഓടി വരേണ്ട, എന്താ കാര്യം തിരക്കുന്ന സമയത്ത് ശ്രുതിയെ കാണാനില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹാളിൽ സച്ചിയും രവി ഇരിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിലും അമ്മ എനിക്ക് പേടിയാവുന്നു, എൻ്റെ ശ്രുതി എവിടെ പോയി എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ കൈയും കാലം വിറയ്ക്കുന്നു, ശ്രുതി മോളെ എവിടെ പോയി എന്നൊക്കെ ആകെ ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ഈ ഒരു സമയത്ത് ശ്രുതി വേഗം തന്നെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇവനാണ് എൻ്റെ കുടുംബം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്
വേഗം സച്ചിയുടെ നേരെ തിരിഞ്ഞിട്ട് സച്ചിയുടെ കോളർ കയറി പിടിക്കുകയാണ്. സച്ചിയും വിട്ടു കൊടുക്കുന്നില്ല. സച്ചി തിരിച്ച് സുധിയുടെ കോളറിലും കയറി പിടിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ പിടിവലിയായിട്ടോ. ഈ ഒരു സമയത്ത് വർഷയും ശ്രീകാന്തും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് സച്ചി സുധിയുടെ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടയാൻ ശ്രമിക്കുകയാണ് രവി. എന്നാൽ ഇരുവരും പിടിവിടുന്നില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ആകെ സങ്കടത്തിൽ നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന രവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.